വാ വാ വാ, എന്തെടുക്കുക? ബാ, ബിരിയാണി ഉണ്ടാക്കാം. വാ വാ വാ. അത് കറിക്കായിരിക്കും, ചെറുതാക്കണ്ട. ആരെന്താണോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്? എന്താ ഉണ്ടാക്ക്? മുഴുവൻ തിന്നു. എന്നാ ഞാൻ തരിയട്ടെ. വാച്ച് തിരിക്കൂടേനോ? വാട്ടർ പ്രൂഫാ? എന്താ പറഞ്ഞ? ഒന്നുകൂടി പറയും. ആകെ 2 ചിക്കൻ പീസേ ഉള്ളൂ, ഞാൻ അതും കൂടി വീത്തിയിട്ടുണ്ട്. ആ വേണം. എനിക്ക് കാലില്ല. എന്താ പറയാ, എനിക്ക് കഴിക്കാൻ മാത്രമുള്ള ഒരു കാലുണ്ട്. എന്താ ചിക്കൻ ഒരു കാലേ ഉള്ളൂ? നോക്കട്ടെ, ചെറിയ വൃത്തിയായ നോക്കട്ടെ. ആ ക്ലീനായി. ഓ, ഹെൽമെറ്റ് വേണോ? വേണ്ടല്ലേ? അത്ര ഉള്ളി മതി. ഇതുള്ളതല്ല അല്ല, ഇത് ഈ ഉള്ളി അതിനുള്ളതല്ല. അപ്പൊ മറ്റേ ഉള്ളി എന്തിനാന്ന് വെച്ച് പരിഞ്ഞത്? അതും ചിക്കൻ കറിക്ക്. ഓക്കെ. ഇത് ഞങ്ങളെ കുക്കിംഗ് ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് വേറെ ആരില്ലാത്തോണ്ട് ഒറ്റ പിടിച്ചിരുത്തിയത് നമ്മളെ ഫ്രണ്ട്. അല്ല, കുട്ടികളെടുത്തൊക്കെ ആയില്ലെങ്കിൽ അതിന് എവിടെയും കടന്നാൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മളെടുത്ത് വന്നോണ്ട് കിച്ചൺ, കുക്കിംഗ്, സംസാരിക്കാൻ ചീത്തൊക്കെ പറഞ്ഞേ. എന്നാ കണ്ണിന്ന് കടുവരായിട്ട് അങ്ങനെ ഉള്ളിയെ ചീത്ത. கடவுள் தந்த கவிதை போல உன்னை நான் பார்க்கிறேன். எதற்கும் மேலே என்ன வேண்டும் என நான் கேட்கிறேன். இருவிழியில் இதயம் தூங்க தினசரியும் கனவை வாங்க இனி இவளின் இரண்டாம் ஆகமும் நீ அல்லவா? பேசும் மழையே
ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വെളിച്ചെണ്ണ ഇനി നീ ചെയ്തോ. ഇനി ഞാൻ ചെയ്യുന്നില്ല. കേട്ടോ വീണുണ്ട് അതിൻ്റെ അകത്ത്. വെള്ളം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഓ ശരി സാർ. ശരി മാഡം. ആ മ്യൂസിക് ക്ലാസ് നച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ താഴത്ത്. അയ്യോ 8 മണി സമയം 5 മണി 6 മണി എന്തോ ആയി. നമ്മൾ ഉച്ചക്കല്ലേ ബിരിയാണി ഉച്ചക്ക് കഴിഞ്ഞില്ലേ? അത് ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളിപ്പോ നെയ്ച്ചോറിലുണ്ടാക്കേ ഇങ്ങനെ വഴറ്റുന്ന അതിനകത്ത് ഉള്ളി ആവശ്യമില്ലേ? ഇത് ഉള്ളിക്കറി. ഇത് പൊരിക്കാനുള്ളതല്ലേ? ഓക്കെ. എനിക്കൊക്കെ ദേഷ്യം വന്ന് ഞാൻ കണ്ട് പപ്പ എടുത്താൽ കാച്ചു. അധികം ദേഷ്യം വന്ന 2 കാലെടുത്ത് കിടന്നിട്ട് നീയല്ലേ ഇളക്കണ്ടത് പറഞ്ഞു. ഞാൻ കുല്ലുന്നുണ്ടോ? അത് ഭയങ്കര ഇതാരാ? ഞങ്ങളെ ഫ്രണ്ട് കാണിക്കണേ. ഞങ്ങളെ ദൂരത്തിൽ നിന്ന് കാണുന്നുണ്ട് കുക്കിംഗ്. എന്താ ഉള്ളി? ഞാൻ അപ്പഴേ ചോദിച്ചു ഇതിന് മാത്രം ഉള്ളി എന്ത്? ഞാൻ ഇതിന് മാത്രം ഉള്ളി എന്താ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചിക്കൻ കറിയിലേക്ക് ചോറിന്റെ മേലെ ഡെക്കറേഷന് അതടപ്പ് ചെയ്യുന്നിട്ട് അതും ഇല്ലിട്ടു. സാരല്ല, കുഴപ്പമില്ല. എത്ര മിനിറ്റ് വേണം അതാവേ? 10 മിനിറ്റ്. തക്കാളി ഇട്. അത് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കഴുകി ചിക്കൻ ശരിക്കും ഇടേണ്ടത് ഞാനാണ്. കുഴപ്പമില്ല. ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. നന്നായിട്ട് ഇളക്കാം. എന്റെ ചിക്കൻ ഏതാ ഉള്ളി ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിലാക്ക, അതല്ലേ? നോക്കട്ടെ. ഉള്ളിയാണോ ചിക്കനാണോ കൂടുതൽ? ഏതാ ഉള്ളി ഏതാ ചിക്കൻ? അതാ വേണ്ടത്. ഓക്കെ. എന്നാലും വെതറാൻ മറന്നുപോയതാണ്. വെതറാൻ വെച്ചത് മറന്നുപോയതാ. എനിക്കറിയാം. ഉപ്പ് ഇതിലിട്ട് മറ്റേ അതില് ഉപ്പ് ഞാനിടാം. ഉപ്പ് ഞാൻ മറ്റേ സാധനം ഇട്. മറ്റേ എങ്ങനെ വെതറ്? അതെ. മതി. മല്ലിപ്പൊടിയോ? മല്ലിപ്പൊടി വേണം. വെള്ളം
എന്തായി മൂടാനായോ? എന്നാ മുടിക്കാം. അതിൽ വെള്ളം ഒഴിക്കണേ ഇനി. ഓക്കെ. നെയ്യ് ഉരുകുന്ന മണം കണ്ട ചിലർക്ക് തലവേദന ആണ്. എന്നാ ഞാൻ ആയിക്കോളാം. നെയ്യ് ഉരുകുന്ന മണം. ഇവിടെ ചിക്കൻ കറി ആവുന്നു. ആയിട്ടോ. ഷെഫ് ലിൻഡ വിശ്വനാഥന്റെ കുക്കിംഗ് കിട്ടുന്നുണ്ട്. അതിൽ വെള്ളം ബാക്കിയുണ്ടാവും. ആയോ തീർത്തൊന്നുല്ലേ? എന്താ ചോദിച്ചതല്ലേ? ഓക്കെ. വേപ്പിലാണോ? ഇത് പറക്ക് ഇത് കഴുകണ്ടേ? അത് പൊട്ടിക്കാൻ കിട്ടുന്നില്ല. ഇത് മതിയോ? ആണോ? എന്നിട്ടാ മതിയോ? ഇനി വേണോ? എന്ത് നോക്കട്ടെ. രസമുണ്ട്. നല്ല എരിവുണ്ട്. ഓ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ സുഭാഷായേനെ. എന്താ ബാക്കിയ ഞങ്ങളുടെ മുരിങ്ങ മരം. അത് ഞങ്ങൾ നൈബറിലെ ഇതുപോലെ ആനക്കുട്ടി ഞങ്ങൾക്ക് വീട്ടിലെ അയൽവാസി ബാലുശ്ശേരി വിഷ്ണു. ഞങ്ങൾ അയൽവാസി ബാലുശ്ശേരി വിഷ്ണു എന്നാണ് ആരെയാണ്. കുറച്ചുകൂടി ഒരു കരിവേപ്പില ഇടാനോ? കരിവേപ്പില കുറച്ചുകൂടി ഇടണോ? കാണാൻ എൻ്റെ ഗുമ്മില്ല. ഇത് ശരിക്കും ചട്ടിയിൽ നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ കാണുമ്പോൾ വേറെ വേറെ. രണ്ടാം ഘട്ടം കരിവേപ്പില. ചിക്കൻ കറി റെഡി. സക്സസ്ഫുൾ. ചിക്കൻ റെഡി. ഓക്കെ. അങ്ങനെ ആക്കിയെന്താ? അത് മതി. ആഞ്ജനേയ ദാസ് ഗോതയിൽ. ഓ അങ്ങനെയുണ്ട് ഫുഡ്. Oi.